നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒറ്റക്കളിയും തോൽക്കാത്ത ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് ആഴ്സണലാണ്. ഇന്നലെ അവർ സ്പോർട്ടിങ്ങിനെ കൂടി തോൽപ്പിക്കുന്നു. അതും സ്പോർട്ടിങ്ങിൻ്റെ മൈതാനത്ത് പോയിട്ട് അവർ 1-0 ജയിച്ചു വന്നിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പോർട്ടിങ്ങിന് ഈ ഒരു ടൈയിൽ എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അവരുടെ നാട്ടിൽ ചെയ്യണമായിരുന്നു. രണ്ടാം പാദത്തിൽ എമിറേറ്റ്സിൽ പോയിട്ട് ഒരു വിജയം അവർക്ക് എത്തിപ്പിടിക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. അവിടെയാണ് ഈ വിജയം ആഴ്സണലിൻ്റെ മുന്നോട്ട് പോക്കിന് വലിയ രൂപത്തിൽ അടിത്തറ പാകുന്നത്. അവസാന ഘട്ടത്തിൽ 90 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കായ് ഹാവേർട്സിൻ്റെ വിജയ ഗോൾ പിറക്കുന്നത്. സ്പോർട്ടിങ്ങിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയിസ് സുവാരസും ട്രിങ്കാവോയും അതുപോലെ ഗോൺസാലസും ഒക്കെ ഒരുമിച്ച് അണിനിരന്നിരുന്നു. എന്നാൽ മറുഭാഗത്ത് ട്രൊസാർഡും വിക്ടർ ഗ്യോക്കറസും മരൂക്കയും ചേർന്നുകൊണ്ട് ആഴ്സണലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. ഇരുഭാഗത്തേക്കും നീക്കങ്ങൾ ഉണ്ടായി. സ്പോർട്ടിങ്ങിനും അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഡേവിഡ് റായയുടെ മികവ് നമ്മൾ എടുത്തു പറയണം. അങ്ങനെ കളി ഗോൾ രഹിതമായിട്ട് അവസാനിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ആ അവസാന നിമിഷം കായ് ഹാവേർട്സിൻ്റെ ഗോൾ പിറക്കുന്നത്. മത്സരം ആഴ്സണൽ വിജയിച്ചു. ഈ സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ കളിച്ച ഒരു കളിയും തോറ്റിട്ടില്ല. മാർട്ടിനെല്ലിയുടെ അസിസ്റ്റിൽ നിന്ന് കായ് ഹാവേർട്സ് നേടിയ ഈ ഗോൾ ഉണ്ടല്ലോ, ഇത് ഈ ടൈയിൽ അതിനിർണായകമാണ്. ഇനി രണ്ടാം പാദ മത്സരത്തിൽ എമിറേറ്റ്സിൽ സമനില പിടിച്ചാലും ആഴ്സണലിന് മുന്നോട്ട് പോകാൻ പറ്റും. രണ്ടാം പാദ മത്സരം ഏപ്രിൽ 16 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.